ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സരയു കിരണിന്റെ അരികിൽ വന്നിട്ടിരിക്കുകയാണ് കമ്പനിയിൽ. അപ്പോൾ ആ സമയത്ത് കിരൺ പറയുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ശരീരത്തുണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടുപിടിക്കുന്നത് നല്ലതല്ലേ. ബിൽഡിംഗ് ആയാലും അതുപോലെ തന്നെ വാഹനമായാലും മനുഷ്യന്റെ ശരീരമായാലും കേടുപാടുകളൊക്കെ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്ന സമയത്ത് സരി പറയുന്നുണ്ട്, എൻ്റെ പോളിസി അങ്ങനെയല്ല, എനിക്ക് ജീവിക്കുന്നിടത്തോളം അങ്ങോട്ട് ജീവിച്ചു പോട്ടെ, പിന്നെ അസുഖങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ അപ്പം നോക്കാമെന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇനി നിന്നോട് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയുകയാണ് കിരൺ. എന്തായാലും നാളെ രാവിലെ എന്തായാലും ഞാനും കൂടെ വരാം കല്യാണിയെ നടത്താനായിട്ട്, നാളെ കാണാമെന്നും പറഞ്ഞ് സരയ് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ കിരൺ അവളുടെ ആ ഒരു മാറ്റം കണ്ടിട്ട് സന്തോഷിക്കുകയാണ്. അപ്പം കിരൺ ചോദിക്കുന്നുണ്ട് കേട്ടോ അവളോട്, നിനക്കിപ്പോൾ കല്യാണിയോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഒട്ടും ദേഷ്യമില്ല, എനിക്ക് എന്തിനാ അവളോട് ദേഷ്യം, എനിക്ക് അവൾ ഉപകാരങ്ങൾ മാത്രമല്ലേ ചെയ്ത് തന്നിട്ടുള്ളൂ എന്നിങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ സരയ് അവിടെ നിന്നും പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് സരയു നേരെ പോകുന്നത് വിക്രത്തിന്റെ അരികിലേക്കാണ്. അങ്ങനെ വിക്രത്തിനെ ഒരു സ്ഥലത്ത് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. വിക്രമാണെങ്കിൽ വാച്ചിലെ സമയമൊക്കെ നോക്കിയിട്ട് ഇതുവരെ വന്നില്ലല്ലോ, ഇത്ര നേരമായി നിൽക്കണേ എന്നിങ്ങനെ സ്വയം പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും സരയു അവിടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ സരയുവിനെ കാണുമ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ ഈ കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോൾ, നാളെ രാവിലെ എന്തായാലും അവള് ഈ ഗ്രൗണ്ടിലേക്ക് നടത്താൻ വരും, അപ്പോൾ ഞാനും ഉണ്ടാവും, കിരണുണ്ടാകും, പിന്നെ എൻ്റെ അച്ഛൻ ചെയ്ത പോലെ കത്തിയല്ലല്ലോ ഉണ്ടാകേണ്ടത്, അതുകൊണ്ട് നിനക്ക് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് അവളുടെ ബാഗിൽ നിന്നൊരു തോക്ക് എടുത്തിട്ട് വിക്രത്തിന് കൊടുക്കുകയാണ്. ഇത് വെച്ച് നീ അവളെ ഷൂട്ട് ചെയ്യണം, ഉന്നം തെറ്റാതെ തന്നെ ചെയ്യണം, അപ്പോൾ അവൾ അതോടുകൂടി തീരും എന്ന് പറയുകയാണ്. അപ്പോൾ ആ തോക്ക് അവൻ വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നല്ല കാര്യം സരയു, എന്തായാലും ഈ തോക്ക് എൻ്റെ കയ്യിലിരിക്കട്ടെ, ഇതുകൊണ്ട് ഞാൻ അവളുടെ ജീവൻ എന്തായാലും എടുക്കും, ഉടനെ തന്നെ ഞാൻ ഇവിടെ ഓടി രക്ഷപ്പെടുകയും ചെയ്യും, പരോളിലാണെങ്കിലും ഞാൻ എന്തായാലും ഒളിവിൽ പോകും, എനിക്ക് അവളെ മാത്രമല്ല തീർക്കേണ്ടത്, കാർത്തികയെയും ഇല്ലാതാക്കണം. അത് എല്ലാം നടക്കുമോ എന്നൊന്നും അറിയില്ല, എന്നാലും ഇവളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഒരുപാട് ജീവിതങ്ങൾ നശിച്ചു പോകും. ഇവളെയല്ലേ എല്ലാവരും ആശ്രയിച്ചിരിക്കുന്നത്, എൻ്റെ അച്ഛനും അമ്മൂമ്മയും ഒക്കെ ഇവളെ സ്നേഹിക്കുന്ന കൂട്ടത്തിലല്ലേ, അതുകൊണ്ട് ഇവളെ ഇല്ലാതാക്കിയാൽ കുറേ സമാധാനം കിട്ടുമെന്നിങ്ങനെ വിക്രം പറയുകയാണ്. അപ്പം അങ്ങനെ ആ തോക്ക് കൊടുത്തിട്ട്, ഇതിൻ്റെ പുറകിൽ ഞാനുണ്ടെന്ന് ഒരു കാരണവശാലും ഒരാളും അറിയരുത് എന്ന് പറയുമ്പോൾ, ഇല്ല സരയു, ഞാൻ പോലീസ് എന്നെ പിടിച്ചാൽ പോലും നിൻ്റെ പേര് ഞാൻ പറയില്ല, അത് നീ പേടിക്കേണ്ട, എനിക്ക് ഉപകാരം ചെയ്യുന്നവരെ ഞാൻ ഒരിക്കലും ദ്രോഹിക്കില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മൾ സരയുനോട് പറയുന്നുണ്ട് വിക്രം. അങ്ങനെ സരയ് പറയാണ്, അവളെ കൊന്നു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം, അവൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് കടന്നു ചെല്ലാൻ പറ്റും, അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ നാളെ രാവിലെ കാണാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സരയു വിക്രത്തിനോട് അവിടെ നിന്ന് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോരുകയാണ്. അതിന് ശേഷമാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ കല്യാണിയും കിരണും അതുപോലെ സരയും കൂടിയിട്ട് നടക്കുകയാണ്. അപ്പോൾ അവർ ഗ്രൗണ്ടിൽ കല്യാണിയെ ഇങ്ങനെ പതുക്കെ പിടിച്ച് നടത്തുന്നുണ്ട്, കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ നടത്തുകയാണ് നമ്മുടെ കിരൺ. അപ്പോൾ കുറച്ചിങ്ങനെ നടക്കുമ്പോൾ കിരൺ പറയുന്നുണ്ട്, എന്നെ കെട്ടിപ്പിടിക്കേണ്ട, എന്നെ പിടിക്കേണ്ട, ഞാൻ പതുക്കെ നടന്നോളാം എന്ന് പറയുകയാണ്. അപ്പോൾ സരയ് പറയണം, അത് ശരിയാണ്, അവൾ പതുക്കെ നടക്കട്ടെ, എന്തായാലും അവൾ സ്വയം നടന്ന് പഠിക്കേണ്ടതല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം അത് കിരൺ കല്യാണിയെ കെട്ടിപ്പിടിച്ച് നടക്കുന്നത് ഇഷ്ടപ്പെടാതെയാണ്, ഒരു അസൂയ കൊണ്ടാണ് ശരിക്കും സരയു അങ്ങനെ പറയുന്നത്. അങ്ങനെ നടക്കുകയാണ്. എന്തായാലും വിക്രം എന്ന് പറയുന്നവൻ പുറത്തുണ്ട്. അവൻ ഇനി എന്തായാലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, അവരെക്കാളും വലിയ ആളെ കൊന്നതാണെന്നൊക്കെയുള്ള രീതിയിൽ അവരങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ നടക്കുന്ന സമയത്ത് തന്നെ വിക്രം അവിടേക്ക് 2 വീലറിൽ വരുന്നുണ്ട്. അപ്പോൾ സരയു ശ്രദ്ധിക്കുന്നുണ്ട്, അവൻ എവിടെയെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷെ എവിടെയും കാണുന്നില്ല. പെട്ടെന്നാണ് 2 വീലർ വന്ന് അവൻ ഇറങ്ങുന്നതും. അതുപോലെ തന്നെ കല്യാണി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവൻ്റെ കയ്യിലുള്ള ആ തോക്ക് പിന്നിൽ നിന്ന് എടുത്തിട്ട് നേരെ അവളുടെ തലയ്ക്ക് ഉന്നം വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊന്നും അറിയാതെ അവരങ്ങനെ നടന്നു പോവുകയാണ്. അവനെ നേരെ കല്യാണിയുടെ തലയുടെ ബാക്ക് ഭാഗത്ത് തന്നെയാണ് ആ ഉണ്ട തുളച്ചു കയറുന്നതും. അപ്പോൾ തന്നെ കല്യാണി അവിടെ മരിച്ചു വീഴുകയും ചെയ്യുകയാണ്. അപ്പോൾ കിരൺ ഞെട്ടിപ്പോകുന്നുണ്ട് അവൾ വീഴുന്ന കാഴ്ച കണ്ടിട്ട്. അതുപോലെ തന്നെ സരീൻ്റെ മുഖത്ത് നല്ല പുഞ്ചിരിയാണ് വരുന്നത്. പെട്ടെന്ന് നമ്മുടെ വിക്രം ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റൂമിലാണുള്ളത്. അപ്പോൾ ആ സമയത്ത് കൂട്ടുകാർ 2 പേരും അപ്പുറപ്പുറം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉള്ള സാധനം മുഴുവൻ വലിച്ചു കയറ്റിയിട്ട് അവൻ സ്വപ്നം കണ്ടെന്ന് തോന്നുന്നുണ്ട് എന്നിങ്ങനെ കൂട്ടുകാരൻ പറയുകയാണ്. അപ്പോൾ സ്വപ്നമായിരുന്നു എന്ന് വിക്രം ചോദിക്കുകയാണ്. അതെ, എന്തായാലും കണ്ടത് നല്ല സ്വപ്നം തന്നെയാണ്, ആ കല്യാണിയുടെ ജീവൻ എടുക്കുന്നതാണ്, അവളുടെ തലയിൽ വെടിയുണ്ട തുളച്ച് ഞാൻ കയറ്റുന്നതാണ് കണ്ടത് എന്നിങ്ങനെ പറയുകയാണ്. അതെന്തായാലും സ്വപ്നം മാത്രമല്ല, ശരിക്കും നടക്കാൻ പോകുന്ന ഒരു കാര്യം കൂടിയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്.
അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ എന്തായാലും ഞാൻ അവളെ ജീവൻ എടുക്കുക തന്നെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ്. അതിനുശേഷം നമ്മുടെ സരയു ആണെങ്കിൽ കണ്ണാടിയുടെ മുന്നിൽ പിറ്റേ ദിവസം അത് രാവിലെ തന്നെ സാരി കൊടുത്ത് സുന്ദരിയായിട്ട് ഇങ്ങനെ മുടിയൊക്കെ മിനുക്കി നിൽക്കാൻ. എന്താ അവളെ കണ്ണാടിയോട് നോക്കിയിട്ട് പറയുന്നുണ്ട്, എന്തായാലും നല്ലൊരു കാര്യത്തിനല്ല പോകുന്നത് എങ്കിലും കിരണിൻ്റെ മുന്നിലോട്ടല്ലേ പോകുന്നത്, അതുകൊണ്ട് മുഖമൊക്കെ നല്ല വൃത്തിയാക്കി അവന് എന്നോട് സ്നേഹം തോന്നുന്ന രീതിയിൽ സൗന്ദര്യ ഇതായിട്ട് തന്നെ പോകണം എന്നിങ്ങനെ കണ്ണാടിയോട് നോക്കി പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മുടെ സരയു അവിടെ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് താര അവിടേക്ക് ഒരു കപ്പ് ചായയുമായിട്ട് വരികയാണ്. നമ്മൾ ചായ എന്ന് പറയുന്നത്, ചായ ഞാൻ അമ്മയോട് ചോദിച്ചോ, എനിക്കിപ്പോൾ ചായ വേണ്ട, ഞാൻ വന്നിട്ട് ചായ കുടിച്ചോളാം എന്ന് പറയുകയാണ്. ഞാനേ കല്യാണിയും കിരണും ഒക്കെ ആയിട്ട് കല്യാണിയെ ഗ്രൗണ്ടിൽ നടത്താൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ താരയുടെ മുഖത്തൊരു വല്ലാത്തൊരു പേടി. അപ്പോൾ ആ സമയത്ത് എന്താ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ പോലെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുമില്ല എന്ന് പറയാണ്. അതെ, ടെൻഷൻ ഉണ്ടെങ്കിൽ അവിടെ വെച്ചിരുന്നാൽ മതി, പിന്നെ ഒരാളോടും ഇതിനെക്കുറിച്ച് പറയാനും നിൽക്കണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞിട്ട് അവനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചതാണ് ആ കിരണിനെ. കാരണം അവൻ എന്നെയും സ്നേഹിച്ചതാണ്. ഞാൻ കണ്ട് ഓർമ്മ വെച്ച നാൾ മുതൽ മറ്റുള്ളവർ പറഞ്ഞതാണ് കിരൺ സരയുനുള്ളതാണെന്നും സരയു കിരണിനുള്ളതാണെന്നും. എന്നിട്ട് അതിൽ നിന്നൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിച്ചത്. പിന്നെ എൻ്റെ പിടിവാശികളും കുറേ ഉണ്ടായിരുന്നല്ലോ. അവൻ അമേരിക്കയിലോട്ട് പഠിക്കാൻ പോയ സമയത്ത് ഞങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ പരസ്പരം ഫോണിലൂടെ സംസാരിച്ച് ഞങ്ങൾ പ്രണയിച്ചതാണ്. ഞങ്ങൾ ആ ഒരു കാലഘട്ടം ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചതാണ്. പക്ഷേ അതിനിടയിലാണല്ലോ അവൾ വന്ന് കയറിയതും പിന്നെ എൻ്റെ ജീവിതത്തിൽ ഈ മനോഹർ എന്ന് പറയുന്നത് ഒരു ദുഷ്ടം വന്ന് കയറിയതും. അപ്പോൾ കിരണിനേക്കാളും മെച്ചമുള്ളവനാണ്, മികച്ചതാണ് അവനെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഞാൻ അവനെ സ്നേഹിച്ചത്. അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ പറ്റിയ നാശങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എന്തായാലും പോയിട്ട് വരാമെന്നും പറഞ്ഞ് അവിടെ നിന്നും സരയു ഇറങ്ങുകയാണ്. അതേ സമയത്ത് നമ്മുടെ രതീഷ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാദംബരി ചായയുമായിട്ട് വരുന്നുണ്ട്. ഇതേ രതീഷ് ഏട്ട ചായ എന്ന് പറഞ്ഞ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും കല്യാണിയും അതുപോലെ തന്നെ നമ്മുടെ കിരണും കൂടിയിട്ട് വരികയാണ് റൂമിൽ നിന്നും. അപ്പോൾ അവർ നടക്കാനുള്ള ഒരു രീതിയിലാണ് വരുന്നത്. ഇവളെ നടത്താൻ പോവുകയാണെന്ന് പറയുമ്പോൾ നമ്മുടെ രതീഷ് പറയുന്നുണ്ട്, ഇപ്പം തന്നെ പോണോ സാറേ, കാരണം ഒരുത്തൻ അവൻ ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നുണ്ടല്ലോ, അവൻ പരോളിൽ പോയതിന് ശേഷം പോരെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് വേണ്ട, എന്തായാലും ഇവളുടെ ആഗ്രഹമല്ലേ. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, ഇവിടെ ഇരുന്നിട്ട് മടുത്തു, ഈ വീടും ഈ ഉമ്മറും അല്ലാതെ ഒന്ന് എത്രയും വേഗം ഒന്ന് അസുഖമൊക്കെ ഒന്ന് ഭേദമായി നടക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കമ്പനിയിലോട്ട് പോകണം എന്നിങ്ങനെ കല്യാണി പറയുന്നുണ്ട്. എത്രയ്ക്ക് തിടുക്കം വേണോ കല്യാണി, അസുഖമൊക്കെ മാറിയിട്ട് പോരെ, നീ ഇപ്പം കമ്പനിയിൽ ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നില്ലേ എന്നിങ്ങനെ രതീഷ് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അത് ശരിയാവില്ല, എത്രയും വേഗം എനിക്ക് പോകണമെന്ന് പറയുമ്പോൾ തന്നെ അവിടേക്ക് സരയു വരികയാണ്. അപ്പോൾ സരയു വരുന്ന കാണുമ്പോൾ സരയു കൃത്യസമയത്ത് തന്നെ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ പോകാമെന്ന് സരയു ചോദിക്കുന്നു. പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരോട് നമ്മുടെ ഇവളോട് കാദംബരിയോടും രതീഷിനോടും യാത്ര പറഞ്ഞ് അവരവിടെ നിന്നും പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് രതീഷ് ചോദിക്കുന്നുണ്ട്, അല്ല കല്യാണി കാദംബരിയോട് ചോദിക്കുകയാണ്, കല്യാണിയെ നടത്താൻ വേണ്ടിയിട്ട് എന്തിനാ സരയു വരേണ്ട ആവശ്യം എന്ന് ചോദിക്കുകയാണ്. അതന്നെ ഞാനും ചിന്തിക്കുന്നത്. അല്ല, എനിക്ക് നല്ല സംശയമുണ്ട് സരയുവിന്. കാരണം അന്ന് ബഗാസുരൻ കല്യാണിയെ കത്തുകൊണ്ട് കുത്തിയില്ലേ, അയാൾ എങ്ങനെ മനസ്സിലാക്കി അവിടേക്ക് അവർ വരുന്ന കാര്യം, അത് എനിക്ക് നല്ല സംശയമുണ്ട് സരയുവിന്. ആ കാര്യം ഞാൻ ഇടയ്ക്ക് സാറിനോട് സംസാരിച്ചപ്പോൾ സാറിനൊരു സംശയം അവളില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കാദംബരി പറയുന്നുണ്ട്, അതാണ് അവരുടെയൊക്കെ കുഴപ്പം, സാറിൻ്റെയും കല്യാണിയുടെയൊക്കെ. അവരൊരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരെ കൂടുതലായിട്ട് സ്നേഹിക്കും, അത് അവരെ അടക്കി പിടിക്കുകയും ചെയ്യും, പിന്നെ അവരെ അവിശ്വസിക്കുകയില്ല, അതാണ് പ്രശ്നങ്ങൾ എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ രതീഷിന് സരയുവിനെ നല്ല സംശയത്തോടുകൂടി നിൽക്കുകയാണ്. എന്തായാലും നമ്മുടെ വിക്രമാണെങ്കിൽ വിക്രത്തിൻ്റെ റൂമിൽ തോക്കൊക്കെ പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്, മുടിയൊക്കെ ചീകി എന്തായാലും ഗ്രൗണ്ടിലേക്ക് പോകാനുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. അതേ സമയത്ത് പ്രകാശൻ അതേ റൂമിൽ മറഞ്ഞു നിൽക്കുന്ന ഭാഗവും കാണിക്കുന്നുണ്ട്. എന്തായാലും പ്രകാശൻ്റെ കൈകൊണ്ട് തന്നെയാണ് വിക്രത്തിൻ്റെ മരണം. ആ റൂമിൽ നിന്ന് പുറത്തോട്ട് പോകാനോ ഗ്രൗണ്ടിലോട്ട് പോകാനോ സമ്മതിക്കാതെ അവനെ കൊന്നു വീഴ്ത്തുകയാണ് പ്രകാശൻ ചെയ്യുന്നത്.